വാളും ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അകത്തേക്ക് കയറിയിരിക്കുകയാണ്. 4:30-ക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന കൂടിക്കാഴ്ചയുടെ സമയം. അവിടെ ഇപ്പോൾ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അകത്ത് കൂടിക്കാഴ്ച നടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്നതോടെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി മന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ വക്താവുമായ അതിഷി എത്തുകയാണ്. നിയമസഭാ കക്ഷിയോഗത്തിൽ അതിഷിയുടെ പേര് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നിർദ്ദേശിച്ചത്. നോബൽ വാരിക്കാരൻ, ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിൽ കൂടിക്കാഴ്ച തുടങ്ങിയോ? സുജയ, ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ വസതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ ദില്ലി ക്യാബിനറ്റിലെ മറ്റു മന്ത്രിമാരും അടക്കം ഇപ്പോൾ പോയിരിക്കുകയാണ്. അതിഷി മർലേന അടക്കമുള്ള എല്ലാവരും അക്കൂട്ടത്തിൽ ഉണ്ട്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഇപ്പോൾ തന്നെ ഗവർണർക്ക് കൈമാറും. അതോടൊപ്പം തന്നെ ഏറെക്കുറെ 10-25ഓളം വരുന്ന വാഹന വ്യൂഹത്തിലാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലേക്ക് എത്തിയത്. ചില നേതാക്കളെ ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ പകരം പ്രധാനപ്പെട്ട മന്ത്രിമാർ അടക്കമുള്ളവർ മാത്രമാണ് ഇപ്പോൾ എന്താണെങ്കിലും അകത്തേക്ക് വിട്ടിട്ടുള്ളൂ. ഇപ്പോൾ അതായത് അകത്ത് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുള്ള കത്ത് കൈമാറും. അതിന് പിന്നാലെ അദ്ദേഹം അതിഷി മർലിനെ നിയമസഭയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുള്ള MLA-മാരുടെ പിന്തുണ കത്ത് കൈമാറും. അതിനുശേഷമായിരിക്കും ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തീയതി അടക്കമുള്ള കാര്യങ്ങളിലേക്കും മറ്റ് ചർച്ചകളിലേക്കും കടക്കുക. എന്താണെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരമുള്ളത്. പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള സുരക്ഷ അടക്കം ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാനാണ് സാധ്യത എന്ന് അറിയുന്നു കഴിയുന്നു. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് 2 ദിവസം മുമ്പാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്രതീക്ഷിതമായിരുന്നു ആ പ്രഖ്യാപനം. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെ അഭിസംബോധന എത്തിയതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അതിന് പിന്നാലെയാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് എന്ന കാര്യം വ്യക്തമാക്കിയത്. തനിക്ക് പകരമുള്ള ആൾ ഉടൻ കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും ഇന്ന് പാർട്ടി എത്തിയിരിക്കുന്നു. രാവിലെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ആ നിയമസഭാ കക്ഷി യോഗത്തിൽ പുതിയ മുഖ്യമന്ത്രിയായി നിയമസഭാ കക്ഷി നേതാവായി അതിഷി മർലേനെ തെരഞ്ഞെടുത്തു. ഒറ്റ പേര് മാത്രമായിരുന്നു ആം ആദ്മി ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാണ് ഇതിൽ ഗോപാൽ റായ് അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതായത് അതിഷി മർലേയുടെ പേര് മാത്രമാണ് ഇതിലുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. മനീഷ് സിസോദിയ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണയും ഇതിൽ അരവിന്ദ് കെജ്രിവാളിന് അതിഷി മർലേനയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഏറെ ഗുണകരമായി മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിലുണ്ട്. രാജി സമർപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വന്ന മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിഷി മർലേന എന്ന പേരാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ദില്ലിയുടെ